ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സീരീസും അതേപോലെ തന്നെ പാരലൽ കണക്ഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. നിങ്ങൾക്ക് സീരീസ് സർക്യൂട്ട് അതേപോലെ തന്നെ പാരലൽ സർക്യൂട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു സർക്യൂട്ട് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സീരീസ് കണക്ഷനും അതേപോലെ തന്നെ പാരലൽ കണക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ആദ്യം സർക്യൂട്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സർക്യൂട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തിട്ട് എൻഡ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, അതായത് ഒരു പോയിന്റിൽ നിന്ന് ഇലക്ട്രോണിക്സ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതേ പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോസിറ്റീവിൽ നിന്ന് ഒരു ഇലക്ട്രോണിക്സ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അത് നെഗറ്റീവിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു കണക്ഷൻ എന്ന് പറയാം, അതായത് ഒരു സർക്യൂട്ട് എന്ന് പറയാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നാൽ ആ ഒരു സർക്യൂട്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ ആ ഒരു സർക്യൂട്ട് നമ്മൾക്ക് ഓപ്പൺ സർക്യൂട്ടാണെന്ന് പറയാം. ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് ആ എൻഡിലേക്ക് എത്തുന്നെങ്കിൽ, അതായത് ആ കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എത്തുന്ന ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഓപ്പൺ സർക്യൂട്ട്, അതായത് ഫ്ലോ ചെയ്തിട്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ നടുക്ക് ഒരു തടസ്സമുണ്ട്. അതായത് ഞാനൊരു ബൾബ് വെച്ചെന്ന് വിചാരിക്കാം. എന്നെങ്കിൽ ആ ഒരു സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യും, ബൾബ് ഗ്ലോ ചെയ്യും. അതുകൊണ്ട് നമുക്ക് അതൊരു സർക്യൂട്ടാണെന്ന് പറയാം. അതായത് ആ ഒരു സർക്യൂട്ട് നമുക്ക് ക്ലോസ് സർക്യൂട്ടാണെന്ന് പറയാം. നേരെ മറിച്ച് ആ ഒരു ബൾബില്ല, ആ രണ്ട് വയർ ജോയിൻറ്റ് ചെയ്യുന്നില്ല, ആ ഒരു ഭാഗത്ത് ഒരു സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്വിച്ച് ഓഫിലാണുള്ളത്. ആ ഒരു സന്ദർഭത്തിൽ അത് വരുന്നത് ഓപ്പൺ സർക്യൂട്ടാണ്, ഒരിക്കലും ക്ലോസ് സർക്യൂട്ടല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കറണ്ട് ഫ്ലോ നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് സീരീസ് എന്താണ്, പാരലൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾക്ക് പാരലൽ സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. എന്നാൽ നിങ്ങൾക്ക് സീരീസ് കണക്ഷൻ പെട്ടെന്ന് മനസ്സിലാവും. പാരലൽ കണക്ഷന് ആദ്യൊരു ഉദാഹരണം പറയാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ വരുന്ന കറണ്ടൊക്കെ പാരലൽ സർക്യൂട്ടാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സർക്യൂട്ട് എന്ന് വെച്ചാൽ പാരലൽ സർക്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമുക്ക് അതിൻ്റെ തിയറിയിലേക്ക് പോകാം. തിയറിയിലേക്ക് പോകുമ്പോൾ പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ രണ്ട് ജോയിൻ്റ്, അതായത് പോസിറ്റീവും നെഗറ്റീവിൽ നിന്ന് രണ്ട് വയർ വെളിയിലേക്ക് എടുക്കുന്നു. ആ രണ്ട് വയറിലേക്കായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസും ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാൻ 3 ബൾബ് ഈ ഒരു പാരലൽ കണക്ഷന് വഴി ജോയിൻ ചെയ്തെന്ന് വിചാരിക്കുക. അതിനുശേഷം ഞാൻ ഒരു ബൾബ് അതിൽ നിന്ന് ഊരി മറ്റ് 2 ബൾബ് നിങ്ങൾക്ക് ഗ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മളുടെ പാരലൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, വീട്ടിൽ ഉപയോഗിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് പാരലൽ സർക്യൂട്ടാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബൾബ് ഊരിയ ശേഷം നിങ്ങൾക്ക് മറ്റ് ബൾബ് കത്തുന്നുണ്ടോ എന്ന് നോക്കാം. എന്തായാലും നിങ്ങൾക്കറിയാം, മറ്റേ ഒരു ബൾബ് പോയാലും മറ്റേ ബൾബ് കത്തുന്നുണ്ടല്ലോ വീട്ടിൽ. അതിനാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാരലൽ കണക്ഷൻ മനസ്സിലായാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സീരീസ് കണക്ഷൻ മനസ്സിലാവും. സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിനിച്ചർ ബൾബില്ലേ, അതൊക്കെ നമ്മൾ സീരീസ് കണക്ഷനാണ് ഉപയോഗിക്കുന്നത്. അതൊരു ലൈന്, അതായത് ഇപ്പോൾ ഞാൻ പോസിറ്റീവിൽ നിന്ന് ബൾബ് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സീരീസ് കണക്ഷൻ വരുമ്പോൾ ഒരേ ഒരു ലൈനിലായിരിക്കും നമ്മൾ ഈ 3 ബൾബും ജോയിൻ ചെയ്യുന്നത്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ 2 വയറിലേക്കായിരിക്കും ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു സീരീസ്, അതായത് ക്യൂ പോലെ ബാക്ക് ടു ബാക്ക് കണക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു, നമ്മുടെ മിനിച്ചർ ബൾബ് അതുപോലെ തന്നെ ഡെക്കറേഷൻ ബൾബൊക്കെ അതിനൊരു ഉദാഹരണമാണ്. നിങ്ങൾ ആ ഒരു ബൾബ്, ഏതെങ്കിലും ഒരു ബൾബ് നിങ്ങൾ അതിൽ നിന്ന് ഊരിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൾബ് അതിൽ നിന്ന് ഫീസ് അടിച്ചു പോയാൽ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ ആ ഒരു ബൾബ് പിന്നെ വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് കാണുന്ന ഒരു അനുഭവമായിരിക്കും. ഏതെങ്കിലും ഒരു ബൾബ് അടിച്ചു പോയാൽ അല്ലെങ്കിൽ ഫീസ് എന്തെങ്കിലും പ്രശ്നമായാൽ മറ്റ് ബൾബൊന്നും വർക്ക് ചെയ്യില്ല. ഇതാണ് നമ്മുടെ സീരീസ് കണക്ഷൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സർക്യൂട്ടിനും അതേപോലെ തന്നെ പാരലൽ സർക്യൂട്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അതൊക്കെ ഞാൻ ഒരു സർക്യൂട്ട്, അതായത് വോൾട്ടേജ് എന്താണ് അതൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലും പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ള ഡിസ്ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.